ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹ്യൂജ് അൺബോക്സിങ് വീഡിയോ ആണ്. ലൈക്ക് ഐ വിൽ ഷോ യു എത്ര സാധനങ്ങളുണ്ടെന്നുണ്ട്. ഇവിടെ കുറേ പാഴ്സലുണ്ട്, ബാക്കിലുണ്ട്. സോറി, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. ഞാൻ കുറേ ബാക്ക്ഗ്രൗണ്ട് നോക്കി. ഈ വീട്ടിൽ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ലൈറ്റ്നിങ് വേണം, സംസാരിക്കുന്ന കേൾക്കാൻ പറ്റണം. അപ്പം എല്ലാം കൂടെ നോക്കുമ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ നമ്മളിത് ഹോൾ വീഡിയോ ഇല്ല, അപ്പം ഇതൊക്കെ മതി, സാധനങ്ങൾ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം ഉറക്കെ സംസാരിക്കാം, എന്നാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് നോക്കാം. 1 സെക്കൻഡ്, ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. എനിക്കിത് എങ്ങനെ വെക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റെഡിയായെന്ന് തോന്നുന്നു. ഇപ്പോഴും നൈക്കിൽ ഐ തിങ്ക് ഇപ്പോഴും സെയിൽ ഓൺ ഗോയിങ് ആണ്. ഹോട്ട് പിങ്ക് സെയിൽ ഉണ്ടായിരുന്നു, മിന്ത്രയിൽ സെയിൽ ഉണ്ടായിരുന്നു, പിന്നെന്താ മീഷോയിൽ എന്തോ സെയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് ആക്ച്വലി മീഷോയിൽ ഞാൻ കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള ജിം വെയർസ് ആണ്. ഈ ബാക്കിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡെക്കാത്തലോണിൽ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ അതും ഇതിനകത്ത് കാണിക്കാം. ബട്ട് ഇനിയും കുറേ പാഴ്സൽസ് വരാനുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തന്നെ വന്നിട്ട് തന്നെ ഒരു മോർ ദാൻ 1 വീക്കായി. ഇതിപ്പോൾ അൺബോക്സ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേണും കൊടുക്കാൻ പറ്റില്ല കുറേ പ്രൊഡക്ട്സ് ഒന്നും. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഓക്കെ, ഇപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. ബാക്കിയുള്ളത് ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ വ്ളോഗിൻ്റെ ഇവിടെ ആഡ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ പോയിട്ട് തന്നെ മറ്റേ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്നു. അതർവൈസ് അല്ലാതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് എന്തൊരു ബ്ലിങ്കിങ് ഉണ്ടായിരുന്നു അല്ലേ ഇത്രയും നേരം. സോ ഐ ഫീൽ ലൈക്ക് ഇപ്പം അത് മാറിയിട്ടുണ്ടാവും. എൻ്റെ മുടിയാണെങ്കിൽ അതിലും ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് മഴയും വരുന്നുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് നല്ല സമയമായതുകൊണ്ട് നമുക്ക് വേഗം ഈ വീഡിയോയിലോട്ട് പോകാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹിൻസ് പറഞ്ഞുതരാം. ഹിൻസ് അല്ല, ടിപ്സ്. നമ്മൾ നൈക്കയിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഹോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നൈക്കയിലും പേർപ്പിളൊക്കെ ബർത്ത്ഡേ മന്തിന് ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് 2 ഫോണുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ അമ്മയുണ്ട്, അനിയനുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ഫോണിൽ നിന്നൊക്കെ ലോഗിൻ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഓരോ ബർത്ത്ഡേ മന്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടും. അപ്പോൾ ഈ വട്ടം ഞാൻ ജൂലൈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പേർപ്പിൾ നിങ്ങൾ എലൈറ്റ് മെമ്പർ ആയിരിക്കണം. നൈക്കയിൽ നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് വേണം. എലൈറ്റ് മെമ്പർഷിപ്പ് എങ്ങനെ പേർപ്പിൾ വാങ്ങിക്കുക വെച്ചാൽ നമ്മൾ 199 ഒക്കെ കൊടുത്ത് പൈസ കൊടുത്തിട്ടും മേടിക്കാം. അപ്പം നിങ്ങൾക്ക് കുറേ ഫ്രീ ഗിഫ്റ്റ്സും ഓഫേഴ്സും ഒക്കെ കിട്ടും അത് മേടിക്കുന്നതിലൂടെ. നൈക്കയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ 5000 റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. പ്രൈം മെമ്പർഷിപ്പ് വേണം. പ്രൈം മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ 5000 റുപ്പീസിന് നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. 5000 റുപ്പീസിന് ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യേണ്ട, പതുക്കെ 5000 റുപ്പീസ് ആക്കിയാൽ മതി. നമ്മളിവിടെ എല്ലാവരും സ്കിൻ കെയർ ഒക്കെ മേടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് ആവും 2 ഇതിലും. അപ്പം ഞാൻ ഒന്നിൽ എൻ്റെ ആക്ച്വൽ ബർത്ത്ഡേ മന്താണ് കൊടുത്തിട്ടുള്ളത്, ആൻഡ് ഒന്നിൽ ഇപ്പോൾ ജൂലൈ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടും. പിന്നെ ഇപ്പോൾ ഈ സെയിലിൽ നൈക്ക കോസ്മെറ്റിക്സിന് ബൈ 1 ഗെറ്റ് 1 ഉണ്ടായിരുന്നു, എർത്ത് റിസത്തിന് ബൈ 1 ഗെറ്റ് 1 ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. സോ ഓഫേഴ്സ് നോക്കി എവിടെയാണോ ലാഭം അങ്ങനെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. സോ അപ്പം അത്രേ ഞാൻ പറഞ്ഞോളൂ. സോ ഇനി നമുക്ക് വേഗം ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ ഇതെന്താ ബുക്ക് എന്നല്ലേ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബുക്കാണ്. ദ 14 റൂൾസ് ഓഫ് ലവ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ആക്ച്വലി നമ്മൾ ഈ ബുക്കിൻ്റെ MRP വരുമ്പം ഒരു 250, 350 ഒക്കെ വരും. പക്ഷേ ഇത് എനിക്ക് മീഷോന്ന് ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കോഡ് താഴെ കൊടുത്തേക്കാം, ഒരു ലിങ്ക് എന്തെങ്കിലും കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല വലിയ പ്രിൻസ് ആണ്. ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലുതല്ല, എന്നാലും എനിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിൻസ് ഒക്കെയാണ്. അതും മീഷോന്ന് ഒത്തിരി പേര് ബുക്സ് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ ബുക്ക് വായിക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ മീഷോന്ന് ബുക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ബുക്കൊക്കെ അഫോർഡബിൾ റേറ്റിന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഷോ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് വാങ്ങിച്ച സാധനം. ഇതെല്ലാം കൂടെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ എൻ്റെ റൂം ഒരു യുദ്ധക്കളവാകും. ഓൾറെഡി അങ്ങനെയാണ് കിടക്കുന്നത് ഞാൻ റെഡി ആവാൻ വേണ്ടി നിന്ന സമയത്ത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ് ഇതെന്താണ്, ഇത് എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ളത്. സോ ഇതാണ് ആ ഒരു എൻ്റെ ട്രൈപോഡ് കാണാമല്ലേ. സോ ഇതാണ് ജസ്റ്റ് കൂളിംഗ് ഗ്ലാസ്. ഇതിനോട് വെച്ചാൽ കോമഡി ആയിരിക്കും എന്ന് വിചാരിക്കും. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡ്സാണ് കേട്ടോ. ഭയങ്കര ക്ലാസ് ലുക്ക് തോന്നുന്നൊരു സംഭവമാണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. ഇതും എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്തതാണ്. ആൻഡ് ഈ സെയിൽ ഈ കൂട്ടത്തിൽ തന്നെ വാങ്ങിച്ച സംഭവമാണ്. പിന്നെ ഇതൊക്കെ ഫസ്റ്റ് വന്ന ഐറ്റംസ് ആണ്. ആൻഡ് ഓൾസോ പിന്നെ ഇത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നൈക്ക ഇതല്ലേ, യെസ്. ബട്ട് അതും ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം ഞാനിത് ജസ്റ്റ് കാണിക്കാം. അതിനകത്ത് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അതിന് ഞാൻ ഈ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാനും തുടങ്ങിയിട്ടില്ല. പിന്നെ പലതും ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നതുമാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഈ പേരാ
ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കിസ് ക്യാൻഡി ലിപ് ബാം ആണ്. കാണാൻ തന്നെ നല്ലൊരു ലുക്കുള്ളൊരു ലിപ് ബാം. ആൻഡ് നെക്സ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം ഇത്രയും പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും. അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ ഏർത്ത് ഋതത്തിൻ്റെ സൺസ്ക്രീൻ സ്പ്രേ ആണ്. നമ്മളെപ്പോഴും മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇത് സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ബോഡിയിലോ ഫേസിലോ എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് നമുക്ക് ഇങ്ങനെ ബാഗിൽ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. സോ ഇതുകൊണ്ട് ഭയങ്കര നല്ലതാണ്. അത്യാവശ്യം ഞാൻ റിവ്യൂവും കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ആൻഡ് ഇത് എനിക്ക് ബൈ 1 get 1 ആണ് കിട്ടിയത്. ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടി, അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഞാൻ ഈ കഴിയുന്നത് എങ്ങോട്ടെടുത്ത് ഇടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം, ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. കുറേ ഉണ്ട്. സോ ഫസ്റ്റത്തെ നമ്മുടെ പാഴ്സൽ ബോക്സ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മാറ്റിയിടാം. നെക്സ്റ്റ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ബിക്കോസ് ഇത് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്. ഐ മീൻ ഞാൻ പറഞ്ഞ പോലെ ബർത്ത്ഡേ മന്തിൽ നമുക്ക് നൈക്കിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് ഇതിനകത്ത്. എൻ്റെ ബർത്ത്ഡേ അല്ല, ജൂലൈയിൽ. അയ്യോ, ഇന്നെൻ്റെ കാര്യത്തിൽ തീരുമാനം. നല്ല മഴയും വരുന്നുണ്ട്. വെട്ടം പോകുന്നതിന് മുന്നേ ലൈക്ക് പെട്ടെന്ന് ഇത് തീർക്കണം എന്നുള്ളൊരു ടെൻഷൻ എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട്. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പ്ലീസ് കൊല്ലരുത്, ചെറുതായിട്ടൊന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി. അപ്പം നമുക്കിത് തുറക്കാം. ഓക്കെ, ഞാൻ രാവിലെ ഒരു സ്മൂത്തി കഴിച്ചു, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആയുധം തുറക്കാം. ഫസ്റ്റ് അൺബോക്സിങ് നമുക്ക് തുറന്ന് നോക്കാം എന്താണ് ഇതിനകത്തുള്ളതെന്ന്. നമ്മൾ നൈക്കയുടെ ബോക്സ് ഞാൻ കളയാറില്ല, എനിക്കൊരു ആകർഷീകരണമുണ്ട്. ഈ ബോക്സ് ഒന്നും ഞാൻ കളയാറില്ല, സൂക്ഷിച്ച് വയ്ക്കാം. ഇത് കുറേ കഴിഞ്ഞിട്ട് എടുത്ത് കളയും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബോക്സ് ഞാൻ വൃത്തിയായിട്ട് പൊളിക്കാം. മിക്കവാറും ഈ ബ്ലൈഡാണ് കയറിക്കൊണ്ട് എൻ്റെ കൈ മുറിയാണ്. ഇതാണ് ഇതിൻ്റെ ലുക്ക്. നമുക്ക് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. ആദ്യം എൻ്റെ കൈ കിട്ടിയ ഈ ഒരു സംഭവമാണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഞാൻ വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ ഞാൻ ഫ്രീ കിട്ടിയതാണോ എന്ന് അറിയിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ടും എല്ലാം ആഡ് ചെയ്തേക്കാം. ഐ എം നോട്ട് ഷുവർ, കാരണം ഇത്രയും സാധനങ്ങളുണ്ടല്ലോ. പറ്റുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. പക്ഷേ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഈ സെയിം മോയ്സ്ചറൈസർ അമ്മയ്ക്കുണ്ട്, അമ്മ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ദിസ് ഈസ് ഫ്രീ. അയ്യോ, അതിൽ ഫ്രീയിൽ വരെ അവരെന്ത് ആത്മാർത്ഥം. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രീയിൽ തന്നെ എന്ത് ആത്മാർത്ഥതയാണെന്ന് നോക്കും. സ്പൂൺ വരെ ഉണ്ട്. ആൻഡ് ലുക്ക് സോ ക്യൂട്ട്. എത്ര ക്യൂട്ടാണ് നോക്കുന്നത്. ആൻഡ് ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇത് ഓയിലി സ്കിന്നിനുള്ളതാണ്. ഓക്കെ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. സോ ഐ ക്യാൻ യൂസ് ദിസ്. താങ്ക് യു നൈക്ക. നൈക്കയാണോ ഡൂട്ടാൻകയാണോ, എനിവേ ആരാണെങ്കിലും താങ്ക്സ് ഫോർ ദിസ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഈ പെട്ടിയിലുള്ളത്. ദെൻ ഇത് ഞാൻ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു, നൈക്ക സ്ട്രോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഫ്രീ കിട്ടിയതാണ്, അല്ല ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ഞാൻ പകുതി മറന്നുപോയി. ഇത് ഓർഡർ ചെയ്ത് തന്നെ ഒരു ജൂലൈ 2nd വീക്കാണ്. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ജൂലൈ ലാസ്റ്റ് വീക്കാണല്ലോ. അപ്പം പകുതി സാധനങ്ങൾ എന്താണെന്നുള്ളത് വരെ ഞാൻ മറന്നുപോയി. കാരണം അത്രയും ദിവസം ഇതെല്ലാം ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് നൈക്കയുടെ സ്ട്രോ പ്ലസ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി എനിക്ക് ഫ്ലാറ്റ് 50% 60% എന്തോ ഓഫിലാണ് ഞാനിത് വാങ്ങിച്ചത്. ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഒരു ഹൈലൈറ്റർ ഇല്ല. സോ അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ, ഇത് നല്ലതാണെന്ന് ഞാൻ ഒരുപാട് റിവ്യൂ കേട്ടു, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇടയ്ക്ക് ലൈറ്റിങ് പോവുകയാണെങ്കിൽ പ്ലീസ് ജസ്റ്റ് ഞാൻ സ്റ്റിൽ വേഗം തീർക്കാം. ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനാണ്, കാരണം ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. എനിവേ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതെന്താണ്? ഏർത്ത് ഋതത്തിൻ്റെ ലിപ് ബട്ടർ. ഇത് 2 ഫ്രീ ആണ് ലിറ്ററലി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എനിക്ക് ഫ്രീ ഗിഫ്റ്റായിട്ട് അയച്ചിട്ടുള്ളത് കേട്ടോ, ബർത്ത്ഡേ മന്തിൻ്റെ. അപ്പോൾ ഇത് ഏർത്ത് ഋതത്തിൻ്റെ ഫ്രീ ആണ്. അൺബോക്സ്. ഒലിവ് ലിപ് ബട്ടർ. ഇതൊരു ലിപ് ബാം ആണേ. ഒരു ലിപ് ബാം ഫ്രീ ആണ്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത്, എന്തായാലും എനിക്ക് ഉറപ്പാണ്. 2 ഏർത്ത് ഋതത്തിൻ്റെ ലിപ് ബാം ഉണ്ട് നമുക്ക്. ഇതൊന്നും എന്തായാലും വേസ്റ്റ് ആവില്ല, കാരണം ലിപ് ബാം അല്ലേ, ഞാൻ യൂസ് ചെയ്യും എന്തായാലും. അപ്പം നമുക്കിത് അതേപോലെ അടച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഇത് അപ്പോൾ അതായിരുന്നു കേട്ടോ എൻ്റെ നൈക്കയുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നത്. 2 സംഭവം.
ലിപ് ബാം. ആൻഡ് ഒന്ന് വന്ന് നെക്സ്റ്റ് ഈ ഡോട്ട് ആൻഡ് കെയുടെ ഫേസ് വാഷ്. എൻ്റെ ഫേസ് വാഷ് ഒക്കെ ഒരു വിധം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മമ്മാരത്തിൻ്റെയാണ്, അതിപ്പോൾ തീരും. അപ്പോൾ ഇത് ബാക്കപ്പ് ഓഫർ ഉണ്ടല്ലോ, അപ്പോൾ വാങ്ങിച്ചു വെച്ചു. ആൻഡ് പിന്നെ ഇത് ഡോട്ട് ആൻഡ് കെയുടെ ഒരു വിറ്റമിൻ സി സീറം. ഇതെൻ്റെ ബ്രദറിന് ഫോക്കസ് ആവും. അമ്മേ, കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്തൊരു ഹോൾ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസ് പോയി. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഇതിനും പോയാലോ. സോ ഇതാണ് നമ്മുടെ ആ ഒരു സിറം. ഇതെൻ്റെ ബ്രദറിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. പെട്ടികളാണ്. ഞാൻ ക്യാമറ കുറച്ചുകൂടെ അടുത്തോട്ട് വെച്ചു, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കിനി നൈക്ക തന്നെ പൊട്ടിക്കാം. ഓക്കെ, നൈക്കയുടെ ഒരു ബോക്സ് കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നൈക്ക കഴിയും. നമുക്ക് ബാക്കിയുള്ള പോവാം. ഇന്ന് കുറച്ചുകൂടെ പാഴ്സൽസ് വരാനുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചത് അതും കൂടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ തന്നെ 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ. ഈ ഷോൾ അതിലും ഭയങ്കര ഒരു ഇതൊക്കെ നമുക്ക് തുറക്കാം. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഷോൾ താഴെ വീഴുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പലതും എന്താണെന്ന് പോലും ഓർമ്മയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് പെട്ടെന്ന് തന്നെ റിലേ പോയി എന്താണ് വാങ്ങിച്ചെന്നുള്ളത്. അതും ഒരു ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്ന്, അപ്പോൾ അത് കണ്ടപ്പോഴാണ് എൻ്റെ പെട്ടെന്ന് എൻ്റെ കിളി പോയത്. സോ ഇത് വന്നിട്ട് കുറേ അതിൻ്റെ വിഷ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഗേൾസിലും ഒരുവിധം ബ്ലഷൊക്കെ ഇഷ്ടപ്പെടുന്ന മിക്ക ഗേൾസിൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റാണ് ഈ ഒരു എറ്റുഡ് ഹൗസിൻ്റെ വാട്ടർ ടിൻറ്റ്. ലൈക്ക് ഞാൻ ഭയങ്കര ബ്ലഷ് ഇടുന്ന ഒരാളാണ്, ഇന്നും ഇട്ടിട്ടുണ്ട് ബ്ലഷ്. അപ്പം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ക്രീം പ്രൊഡക്ട്സ് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. അപ്പോൾ ഈ ഒരു ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടിൻ്റാണ്. നമുക്കിത് ലിപ്പിൽ യൂസ് ചെയ്യാം, ചീക്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വാട്ടർ ടിൻ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ സ്കിന്നിന് ഭയങ്കര ലൈറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാട്ടർ ടിൻറ്റ് ഫ്രം എറ്റുഡ് ഹൗസ്. ആൻഡ് നെക്സ്റ്റ് മേടിച്ചത് ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്രൗൺ കാജലാണ്. ഇത് സ്മോക്കി ആയൊക്കെ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യാനാണ്. മെയ്ഡ് ബൈ മോന എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറുണ്ട്. ഷീസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഓൾസോ. തമിഴാണ്. അപ്പം ആളിങ്ങനെ ആളുടെ വീഡിയോയിൽ എപ്പോഴും പറയും ഇതിനെ പറ്റിയിട്ട്. ലിപ് ലൈനറായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, നല്ലതാണ്, നല്ല ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്നൊക്കെ. സോ എനിക്കും നല്ലൊരു ബ്രൗൺ ലിപ് ലൈനർ ഞാൻ നോക്കി നടക്കുമായിരുന്നു. അപ്പം ഓക്കെ, നമുക്ക് ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ലിപ് ലൈനർ ഐബ്രോ പെൻസിലായിട്ടും എന്തൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഐബ്രോ പെൻസിൽ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യാം, കാജലായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇത് കാജലായിട്ട് ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഞാൻ അങ്ങനെ കണ്ണിൻ്റെ അടിയിൽ എഴുതുന്ന ഒരാളല്ല, ജസ്റ്റ് വിങ് മാത്രമേ വരയ്ക്കാറുള്ളൂ മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ലിപ് ലൈനറായിട്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുള്ളൂ. നോക്കാം. അയ്യോ, ബാക്കിൽ എൻ്റെ അമ്മ കോൾ ചെയ്യുന്നതൊക്കെ കേൾക്കാം. പ്ലീസ് അഡ്ജസ്റ്റ്. ഇത് തുറക്കാനും പറ്റില്ല. ഇതാണ് സംഭവം. ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ ഞാൻ ഇങ്ങനെ അത്ര പകുതി പൊട്ടിച്ചു. ഇതായത് കാണിച്ചു. ഇതാണ്. കുറേ ഒരാൾ എന്നോട് എപ്പോഴും എൻ്റെ വീഡിയോ താഴെ വന്ന് ചോദിക്കുന്നതാണ് എൻ്റെ നെയിൽ പോളിഷ്. ഞാൻ സ്റ്റുഡിയോയുടെ നെയിൽ പോളിഷാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഞാൻ ഷെയ്ഡും ഓൾറെഡി ആൾക്ക് മെൻഷൻ കൊടുത്തായിരുന്നു. ഞാൻ കൂടുതൽ നൈക്കയുടെ വെസ്റ്റൈഡിൻ്റെ നെയിൽ പോളിഷാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് നെയിൽ പോളിഷ് ഇപ്പോൾ ഈ ഒരു ഹോൾ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിലും കൂടെ കാണിച്ചു തരാം ഞാൻ നെയിൽ പോളിഷ് ചോദിച്ച സ്ഥിതിക്ക്. ആൻഡ് ഇതെനിക്ക് ഫ്രീ ഗിഫ്റ്റാണ്. ഇത് മെർമെയ്ഡ് കിസ്. കാണുമ്പോൾ തന്നെ ഒരു തെറിച്ച ഷെയ്ഡ്. നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ല, അതെന്തായാലും. കാണാൻ തന്നെ മറ്റേ മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് പോലെ ഇല്ലേ? ഇങ്ങനെ വെച്ചാൽ ആരായാലും മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് എന്നേ പറയുള്ളൂ. ഇത് ഞാൻ എങ്ങനെ ഇടും? ഓക്കെ, എനിക്കിത് കാണുമ്പോൾ മാക്കിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ ഷെയ്ഡില്ലേ അതേപോലെ തോന്നുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ഷെയ്ഡാണേ. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും. അയ്യോ, ഓറഞ്ച് ഷെയ്ഡ് കറക്റ്റ്. ലിറ്ററലി ക്യാമറയിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഇത് ഞാൻ എങ്ങനെ ഇടും? പിന്നെ നമുക്ക് ജസ്റ്റ് ഷോയ്ക്ക് വെക്കാം മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക്. നോക്ക്, ഇത് കണ്ട ആരെങ്കിലും പറയാം മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് അല്ല. എനിവേ, ഫ്രീ കിട്ടിയത് നമ്മൾ കുറ്റം പറയാൻ പാടില്ല, നമ്മൾ മിണ്ടാതെ വെച്ചിരിക്കണം. അപ്പം ഇത് 3 ഇത് 3 സോറി ഇതല്ല, ഇത് 4 ഇതിനകത്തുണ്ടായിരുന്നത്. സോ യാ, നെക്സ്റ്റ് നമുക്കിനി മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി സാധനങ്ങളോട്ട് പോകാമല്ലോ. അപ്പോൾ നമുക്ക് പേർപ്പിളിൽ നിന്ന് എന്ത് കിട്ടി നോക്കാം. ഇങ്ങനെ എടുത്ത് ഇടും, ഇതൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കണം. സോ നെക്സ്റ്റ് നമ്മൾ പേർപ്പിളിൽ നിന്ന് കാണിച്ചു തരാം.
സത്യം പറഞ്ഞാൽ ഞാൻ ലിറ്ററലി ഞാൻ മറന്നുപോയി ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. കുറെ ഫ്രീ ഉണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്തൊക്കെയോ. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നോ അല്ലെങ്കിൽ കുറേ പേര് ചേർന്ന് സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറേ കൂപ്പൺസ്, ഡിസ്കൗണ്ട്സ്, ഫ്രീ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അത് ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പം അങ്ങനെയൊക്കെ വാങ്ങിച്ചാൽ നല്ലതാണ്. ഫസ്റ്റ് തന്നെ നെയിൽ പോളിഷാണ് കൈ കിട്ടിയത്. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. 2 നെയിൽ പോളിഷ് എനിക്ക് ഫ്രീ ഉണ്ട്. നല്ലൊരു ഷെയ്ഡ്. ഞാൻ വെച്ചു വല്ല വൃത്തിയായിട്ട് ഷെയ്ഡായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇത് ഇടാൻ പറ്റുന്നൊരു ഷെയ്ഡാണ്. അപ്പം ഞാൻ നഖം കുറച്ച് വെട്ടും, ബിക്കോസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഓക്കെ, ഇത് വാസ്ലിൻ ഗ്ലൂട്ടാഹയുടെ 50 PA++ വരുന്നൊരു സൺസ്ക്രീനാണ് ഇത്. ഇതാകുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ എല്ലാം കൂടി ഇടണ്ട. ജസ്റ്റ് ഇത് മാത്രം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് വേറൊന്നും ഒരുപാട് ഇടണ്ടല്ലോ. അപ്പം നമുക്കിത് അത് വരണം. അതിൻ്റെ വേണ്ടിയാണ് വാങ്ങിച്ചത്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് റിവ്യൂ പറയാൻ പറ്റില്ല. ഓക്കെ, ഇതൊരു ലിപ്സ്റ്റിക്കാണ്. ലാക്മേ ഡബിൾ ഡ്യൂട്ടി ലിപ്പ് ആൻഡ് ചീക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഭയങ്കര കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഈ ബർഗണ്ടി ലഷ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. എപ്പോഴും ഞാൻ കേൾക്കുന്ന സംഭവമാണ് ബർഗണ്ടി ലഷ് എന്നുള്ളൊരു ഷെയ്ഡ്. അപ്പോൾ ഓക്കെ, ഞാൻ വാങ്ങിച്ചു. അത് അൺബോക്സ് ചെയ്യാം. മഴ പെയ്യും എങ്കിൽ നമ്മൾ പെട്ടു. ഓക്കെ, ഇതിൻ്റെ പാക്കേജിങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവർ. ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് സ്വാച്ച് ചെയ്ത് കാണിച്ചു. ദിസ് ഈസ് ദ ഷെയ്ഡ്. ഈ കാണുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ നൈസ് റെഡ് ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഒരു ബ്രൗണിഷ് റെഡാണ് കണ്ടത്. ചുണ്ടിലിട്ട് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും. ഓരോരുത്തർക്കും അത് ഓരോന്നായിട്ടായിരിക്കുമല്ലോ ലിപ്സ്റ്റിക്ക് കാണാം. മിക്കവാറും ഞാൻ ഇത് വെച്ച് എൻ്റെ ദേഹത്ത് തേച്ച് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് മാറ്റിക്കാം. ഇത് ഗ്ലൈക്കോളിക് ആസിഡാണ്. ആക്ച്വലി എനിക്ക് ഡാൻഡ്രഫിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ നമുക്ക് ഡാർക്ക്നെസ് മാറ്റാനും ഗ്ലൈക്കോളിക് ആസിഡ് ഭയങ്കര നല്ലതാണ്. സോ ഓർഡിനറിയുടേത് ആണ് ഞാൻ വാങ്ങിക്കാൻ ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ ഞാൻ എനിക്കിനി ഇത് സൂട്ടായില്ലെങ്കിലോ അറിഞ്ഞൂടല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് ഫ്രം മിനിമലിസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഹോൾ വീഡിയോയിൽ ഞാൻ ബ്രാൻഡ് തെറ്റിച്ച് പറഞ്ഞു വരണം. അപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഈ വട്ടം ഞാൻ കെയർഫുൾ ആയിരിക്കാം. അപ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് ഇത് ഹെയറിലിട്ടിട്ട് കുളിച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പ് നന്നായിട്ട് ക്ലെൻസ് ആവുകയൊക്കെ ചെയ്യും. ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഒരു നല്ല പ്രൈസ് ഉണ്ട് ഇതിന്. കട്ടിലിടാത്തത് ഇവിടെ ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്യുന്ന സാധനങ്ങൾ വെക്കുന്നതാണ്. സോ ഇതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. 8% ആണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ഐറ്റം, ഐ തിങ്ക് ഇതും നെയിൽ പോളിഷാണ്. ഇതും നല്ല കളർ എൻവൈബേഡാണ്. ഓൾമോസ്റ്റ് എനിക്ക് ഒരു ഉടുപ്പിനൊക്കെ മാച്ച് ആവുന്ന ഒരു കളർ, നല്ലൊരു വൈൻ കളർ. സോ ഇത് രണ്ടുമാണ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്ന നെയിൽ പോളിഷസ്. ദെൻ ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് വന്നിട്ട് സാൻഫിയുടെ ഹെയർ റിമൂവൽ സ്പ്രേ ആണ്. ഞാൻ ഷേവിങ് ട്രൈ ചെയ്തു, വാക്സിൻ ട്രൈ ചെയ്തു, എല്ലാം എനിക്ക് മടുത്തു. അപ്പം ഇനി ഇതും കൂടെ ഉള്ളൂ. അപ്പം നമുക്ക് അതും കൂടെ ട്രൈ ചെയ്യാം. എപ്പോഴും ഞാനങ്ങനെ ഇത് ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. സോ അത്രയാണ് നമ്മൾ പേർപ്പിൾ നിന്ന് വാങ്ങിച്ചത്. ബിൽ ഇവിടുത്തെ കോലം ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി നമുക്കിനി കുറച്ച് ബോക്സസും കൂടെ ഉണ്ട്. 2 ബോക്സും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പാക്കേജിങ്ങിലോട്ട് പോവാം. ഇവിടെ പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് ഫ്ലവർ ക്ലിപ്പ്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പിന്നെ റീഓർഡർ ചെയ്തത്. ഒന്നിത് ആൻഡ് ഒന്ന് ഈ ഒരു ബ്ലൂ
ആൻഡ് ഒന്ന് ഈ ഒരു ഓറഞ്ച് നൈസ് ആൻഡ് പിങ്ക്. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കുന്നുമില്ല. പിങ്ക്. ഈ 4 കളറാണ് കേട്ടോ കിട്ടിയത്. നല്ല രസമുണ്ട്. ഇത് മറ്റത് കമ്പയർ ചെയ്യുമ്പോൾ ഐ തിങ്ക് കുറച്ചുകൂടെ ചെറുതാണ്. ബട്ട് സ്റ്റിൽ യു ക്യാൻ യൂസ് ദിസ്. വേണ്ട കോമഡി ഇരിക്കും. സോ നമുക്കിത് അതേപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് മീഷോ എന്നാണ് വാങ്ങിച്ചത്. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇരിക്കട്ടെ. ദെൻ നമുക്കിത് ഒരു പെട്ടിയും കൂടെ പൊട്ടിക്കണം. അതാണിത്. നമുക്കിതിവിടെ പൊട്ടിക്കാം. ആക്ച്വലി ഇന്ന് ഹെയർ വാഷ് ഡേ ആണ്. ഹെയർ കുറച്ച് ഓയിലി ആണ്. അതുകൊണ്ട് മൈൻഡ്. ഇതെന്ത് സാധനം? ഓ ഓക്കെ. ഇത് എൻ്റെതല്ല. ഇതെൻ്റെ അനിയൻ വാങ്ങിച്ചതാണ്. അത് അവനെ തന്നെ അറിയാവുള്ളൂ ഇത് എന്താണെന്നുള്ളത്. നമുക്ക് അതേപോലെ അടച്ചു വയ്ക്കാം. ഓക്കെ. എൻ്റെ പാഴ്സലല്ല. അറിയാതെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. നമുക്ക് സൂക്ഷിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാന എന്നൊരു പാഴ്സലുണ്ട്. സോ നമുക്ക് കുറേ പേര് ഇതിന് സാവന എന്ന് പറയും, കുറേ പേര് സവാന എന്ന് പറയും. ഞാനിതിന് സവാന എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ സവാന നമുക്ക് ഇന്ന് ഒരു പാഴ്സലേ ഉള്ളൂ. സോ നമുക്ക് അതങ്ങ് അൺബോക്സ് ആക്കാം. ലെറ്റ്സ് അൺബോക്സ് ദിസ്. ഇത് ഒരു ഫോൺ കേസാണ്. നല്ല രസമുണ്ട്. ഇത് എൻ്റെ ഫോണിൽ ഫിറ്റ് ആകുമെന്നും കൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഫോണിലാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതർവൈസ് ഞാൻ ഫിറ്റ് ആകുമെന്ന് നോക്കിയേനെ. ഓക്കെ, ഇറ്റ് ലുക്ക് സോ നൈസ്. ഈ കേസ് ഞാൻ എന്താണെന്നറിയാൻ വാങ്ങിച്ചേ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഫോൺ ഹോൾഡർ എന്നൊക്കെ പറയും. അത് നമ്മളിങ്ങനെ ഗ്ലാസ്സിലും ഒക്കെ ഇത് ഒട്ടിച്ച് വെക്കാൻ പറ്റും. സോ ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ ഇതുണ്ട്. അപ്പം ഞാൻ വെച്ച് ഓക്കെ ഞാനും വാങ്ങിക്കാൻ വരണം എന്നുവെച്ചാൽ അതാകുമ്പോൾ ബ്ലാക്ക് മാച്ച് ആവുമല്ലോ. സോ ഇതിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കേസ് മേടിച്ചത്. ബട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ഭംഗി പോവോ? സ്റ്റിൽ കുഴപ്പമില്ല. നമുക്ക് ഇത് ഒട്ടിക്കാണ്ട് ഒരു ഫോട്ടോ എടുത്ത് മിറർ സെൽഫി ഇട്ട് സ്റ്റോറി ഇട്ടതിന് ശേഷം ഇത് ഒട്ടിക്കാം. ഓക്കെ, നൈസ്. സവാനയിൽ കേസിനൊക്കെ ഭയങ്കര വില കുറവാണ്. നിങ്ങൾ ഐഫോണിന് പറ്റിയിട്ടുള്ള കേസ് നോക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഐഫോണാണ് ഞാൻ കേസ് കണ്ടിട്ടുള്ളത്. മറ്റ് ഫോണിന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ടൈപ്പ് ഓഫ് ഐഫോൺസിനും ഉണ്ടാവും. നിങ്ങൾ കേസ് നോക്കിയാൽ മതി. പക്ഷേ 15+ കിട്ടാൻ കുറച്ച് പാടാണ്. 15 ഇഷ്ടം പോലെ കേസുണ്ട്. ഞാൻ 15+ ആണ് എൻ്റെ ഫോൺ. സോ യാ, ദിസ് ഈസ് ദ കേസ്. ഇറ്റ് ലുക്ക് സോ ക്യൂട്ട്. നമുക്കിത് ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് ഞാൻ വ്ളോഗിൽ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ബൈ ചാൻസ് ഇത് എൻ്റെ ഫോണിൽ ഫിറ്റ് ആയില്ലെങ്കിൽ ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ എനിക്കിത് റിട്ടേൺ പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ. നെക്സ്റ്റ് നമുക്ക് മിന്ത്രയിൽ നിന്നൊരു ഇതുണ്ട്. ഇവർ ആക്ച്വലി പൈസ കൊടുത്ത് മേടിച്ചതല്ല. അതെന്നു വെച്ചാൽ എൻ്റെ അനിയനൊരു ജീൻസ് മേടിച്ചായിരുന്നു മിന്ത്രയിൽ നിന്ന്. അപ്പോൾ അതിന് നമുക്കൊരു 250 റുപ്പീസിൻ്റെ ഒരു കൂപ്പണോ അങ്ങനെ എന്തോ കിട്ടി. അപ്പോൾ ആ പൈസയ്ക്ക് ഞാനൊരു ക്ലോത്ത് ടോപ്പ് വാങ്ങിച്ചു. അതാണ് ഇത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ് യെല്ലോ. എസ്പെഷ്യലി ഒരു ബട്ടർ യെല്ലോ എന്ന് പറയുന്ന ഈ കളർ. അപ്പം അത് തന്നെ ഞാൻ നോക്കി ഒരെണ്ണം വാങ്ങിച്ചു. ഇതിൻ്റെത് ഓക്കെ. ഓ ഓക്കെ. ഇതിങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ ബാക്കിൽ കെട്ടാണ് വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നും. ഇടുമ്പോൾ രസമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണം. സോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇട്ടിട്ട് പറ്റുവാണെങ്കിൽ അടുത്ത് ഇത് ജിമ്മിലേക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാനിതിങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിന് ഈ സൗണ്ട് കാരണം ഞാൻ പറയുന്നത് കേൾക്കും. അതിന് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മൈക്കിലൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതിങ്ങനെയാണ്. ഇതിൻ്റെ മുട്ടിൻ്റെ ഇതുവരെ എന്തുള്ളൂ ലൈനിങ് ഉള്ളൂ. അത് കഴിയുമ്പോൾ മെഷാണ്, കുറച്ച് സീ ത്രൂ ആണ്. മനസ്സിലായോ? അപ്പം ഞാൻ ഇട്ടിട്ട് പറ്റുവാണെങ്കിൽ ഇവിടെ ജിമ്മിൽ ഇടാൻ വേണ്ടി ഞാൻ നേരത്തെ നഖം വെട്ടുന്ന എന്തിനാന്നല്ലേ പറഞ്ഞത്. ഞാൻ ജിമ്മിൽ പോകാൻ പോവാണ്. ഇത് ഭയങ്കര ലോങ് ആണ് കണ്ടോ നഖം. അപ്പം മെയിൻ്റെനൻസ് കുറച്ച് പാടാണ്. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ നോർത്തു. എന്നിട്ട് നമുക്ക് പുതിയ നെയിൽ പോളിഷ് ഇടാം. സോ ഇതാണ് ഫസ്റ്റ് ഐറ്റം. ആൻഡ് സെക്കൻഡ്
ഈ ഒരു സാധനം. ഇത് മീഷോന്നാണ്. അയ്യോ, അൺബോക്സ് ചെയ്യുന്ന സാധനം. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇറ്റ്സ് എ സ്കേർട്ട് അല്ലേ? ആക്ച്വലി സ്കേർട്ടിൻ്റെ കൂടെ ഇല്ലാതെ ടോപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഇതെല്ലാവർക്കും അറിയായിരിക്കും. അത്യാവശ്യം ലൈക്ക് മീഷോയിലും പിൻട്രസ്റ്റിലൊക്കെ ഉണ്ട് ഈ ഒരു സ്കേർട്ട്. കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്കേർട്ട്, വൈറ്റ് സ്കേർട്ട്. അപ്പം അതാണ്. നിഴലടിക്കുമോ? എനിക്ക് ഹൈറ്റ് എത്തുമെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം, ഇട്ട് നോക്കാം. എന്നിട്ടില്ലെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ്. ഇനി എന്താണാവോ? ഇത് എനിക്ക് മീഷോന്ന് ഒരു ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. അപ്പം അതിന് ഞാൻ വാങ്ങിച്ചൊരു സംഭവമാണ്. ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലെറ്റ്സ് സീ. ഇറ്റ് ലുക്സ് ലൈക്ക് ഇത് അത്ര അങ്ങോട്ടൊരു രസമുണ്ടോ? ബട്ട് കുഴപ്പമില്ല, നമുക്ക് ഫ്രീ കിട്ടിയതുപോലെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ കുറ്റം പറയണ്ട. അപ്പോൾ നമ്മൾ ഡെക്കാത്തലോണിൽ മേടിച്ച സാധനങ്ങൾ കാണാം. ഡെക്കാത്തലോണിന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ, പക്ഷേ അവർ നമുക്ക് ഇത്രയും ഹെൽത്തി തന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ സാധനങ്ങളും എടുക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ടീഷർട്ട്, പിങ്ക് കളറിലുള്ള ഒരു ടീഷർട്ടാണ്. ഇതിൻ്റെ സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ഡ്രസ്സിൻ്റെ, പുതിയ ബുക്കിൻ്റെ ഒക്കെ സ്മെല്ല് ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അതേപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്മെല്ലാണിത്. സ്മെൽ എനിക്കിഷ്ടമാണ്. സോ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഒരു ഡെക്കാത്തലോണിൽ മേടിച്ച ടീഷർട്ട്, ജിമ്മിലിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ്, എൻ്റെ ഓൾറെഡി അത്യാവശ്യം സ്പോർട്സ് ബ്രാസ് ഉണ്ട്. പിന്നെയും ഞാൻ ഒരു 2 എണ്ണം വാങ്ങിച്ചു. ദാറ്റ് മാറി ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇടാനാണല്ലോ, മഴയൊക്കെ അല്ലേ. അപ്പം ഇത് 2 എണ്ണം വാങ്ങിച്ചു. ഇതൊരു ഗ്രീൻ കളറാണ്, നല്ലൊരു ഗ്രീനാണ്. പക്ഷെ ഇതിലെന്താ ഇങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ഇത് ആക്ച്വലി അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. ഭയങ്കര ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇവിടെ ബാൻഡൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സപ്പോർട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ക്രോസ് ബാക്കാണ്. സോ മിക്ക സ്പോർട്സ് ബ്രാസിൻ്റെ ബാക്ക് അങ്ങനെയായിരിക്കും, കാരണം സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് മാത്രമായിട്ട് ഇട്ടുകൊണ്ട് പോകുന്നവരുണ്ട്. ഞാൻ ഇതും കൂടെ ഇടാമെന്ന് വെച്ചു. അതാകുമ്പോൾ ബ്രാസ് സ്ട്രാപ്പ് കണ്ടാലും ഇതുമായിട്ട് ഒരു മാച്ച് ഇല്ലേ, അപ്പം അതുകൊണ്ട്. അത് ഞാൻ നെക്സ്റ്റ് മേടിച്ചത് ഇതെല്ലാം ഞാൻ ഓഫറിന് മേടിച്ചതാണ്. ഇതെല്ലാം ഓഫർ സെക്ഷനിൽ എടുത്തതാണ്. നെക്സ്റ്റ് വാങ്ങിച്ചത് ഇതിന് എക്സ്ട്രാ സപ്പോർട്ട് ഉണ്ട്. അതായത് ഹെവി വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. കാരണം ഇവിടെ സിബ് ഉണ്ട്, കണ്ടോ. ഹെവി വർക്കൗട്ട്സിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഈ 2 ഐറ്റംസ് ആണുള്ളത്. ഒന്ന് വന്നിട്ട് ഈ ഒരു ടവലാണ്. ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് തുടയ്ക്കാനും ഒക്കെ ആവശ്യം വരുമല്ലോ ടവല്. അപ്പോൾ അതാണിത്. ലാർജ് സൈസാണ്. ഇത് സൈസ് ഞാൻ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ലായിരുന്നില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം ഞാനുമായിട്ട് ഭയങ്കര മാച്ച്. അത്യാവശ്യം വലിയ സൈസാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടവൽ. അപ്പോൾ ഇതുണ്ട്. നെക്സ്റ്റ്, ഞാനിപ്പോൾ ആക്ച്വലി കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷുഗർ കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിച്ച സംഭവമാണ് ഈ പ്രോട്ടീൻ ബാർസ്. എനിക്ക് അറിഞ്ഞൂടാ ഇത് ഷുഗർ ക്രേവിങ്സിന് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ 2 പ്രോട്ടീൻ ബാർ വാങ്ങിച്ചു. ഒന്ന് കൊക്കോ ആൻഡ് ഡേറ്റ്സ്, ഒന്ന് കോഫി. ഞാനിപ്പോൾ രാവിലെ സ്മൂത്തിയൊക്കെയാണ് കുടിക്കുന്നത്. സോ ഭയങ്കര ഹെൽത്തിയാണ്. നാളെ മുതലാണ് ജിമ്മിൽ പോകാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെയാണിത്. ഇനിയും ആക്ച്വലി ജിമ്മിലുള്ള സാധനങ്ങൾ വരാണ്ട്. ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ വരും. ഞാനിപ്പോൾ രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഈവനിങ് ആവും ബാക്കി സാധനങ്ങളൊക്കെ വരാൻ വേണ്ടി. ഡോണ്ട് മൈൻഡ് ദ സ്മെസ്. ഈ ഡോർ ഇതുവരെ പെയിൻറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ റൂം ഇതുവരെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഡോണ്ട് മൈൻഡ് ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇതാണ് നമ്മുടെ ഹോൾ. ഇനി ഞാൻ ഇവിടുത്തെ അവസ്ഥ കാണിച്ചു തരാം. കട്ടിൽ ലുക്സ് ലൈക്ക് ദിസ് ആൻഡ് തറ ലുക്സ് ലൈക്ക് ദിസ്. കണ്ടോ? ഈ മെസ്സിനി ഞാൻ വൃത്തിയാക്കണം. ഹോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. പൊട്ടിക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് വെക്കുന്നു, സംഭവം എടുത്ത് പറയുന്നു. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യാനാണ് എക്സ്ട്രാ പണി. സോ ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഇതിട്ടും കൂടി കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വെയിലുണ്ടല്ലോ. സോ അതും ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തേക്കാം. സോ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ നിങ്ങൾക്ക് എനിക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ആൻഡ് ഐ നോ ഇറ്റ് വാസ്
ലിറ്റിൽ ബിറ്റ് മെസ്, ബട്ട് സ്റ്റിൽ നമുക്ക് റെഡിയാക്കാം. റൂമും കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ, ബാക്ക് ടു പവർ നമ്മൾ വരുന്നതായിരിക്കും. കാരണം വെയിൽ വേണമല്ലോ, വെട്ടം വേണം. പിന്നെ എനിക്ക് മറ്റേ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ AC ഇല്ല ആ റൂമിൽ. എൻ്റെ റൂമിൽ മാത്രമാണ് AC ഉള്ളത്. അപ്പം അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ചൂടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഇറിറ്റേറ്റഡ് ആവും. അപ്പം എനിക്ക് എത്രത്തോളം നന്നായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതാണ് ഇങ്ങനെ. ഹോപ്പ് യു അഡ്ജസ്റ്റ് ഇറ്റ്. സോ യാ ഗൈസ്, അത്രയേ ഉള്ളൂ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.